എടി നീ എന്റെ തോർത്ത് കണ്ടായിരുന്നോ? കാർത്തു, നീ എന്റെ തോർത്ത് എവിടെയോ നോർത്ത് നോക്കിടി കാർത്തു. എടി കണ്ടായിരുന്നോ? ഞാൻ കണ്ടൊന്നുമില്ല. അത് മിക്കവാറും നിഹാരിക എടുത്തോണ്ട് കിട്ടും. ഓ എന്റെ പൊന്നെ, അതൊന്നും പറഞ്ഞേക്കാം. ഈ ആദ്യയുടെ ഒരൊറ്റ നിർബന്ധം കാരണം കേരള സാരി ആക്കിയത്. ഇതിപ്പം നമ്മൾ തന്നെ കഴുകാൻ വേണം. ശേ, അല്ല പിന്നെ ആദ്യം വന്ന് എഴുതി തരുമോ നിന്റെ സാരിയും ഇതൊക്കെ? എടി ഇത് ഇട്ടോണ്ടല്ലേ ഫസ്റ്റ് കിട്ടിയേ? ഏതിട്ടാലും ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാണ്. റീനു, നിന്റെ കോൺഫിഡൻസ് കുറച്ച് ഓവറാണ് കേട്ടോ. എന്റെ ദൈവം, ഞാനൊരു തമാശ പറഞ്ഞ. തമാശ ഒന്നുമല്ല, നീ കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എന്റെ ഫോൺ അടിക്കുന്നുണ്ട്. ആരാ? അമൽ ഡേവിസ്. ഒന്ന് പോടി അവിടെ നിന്ന്. ഹലോ. ആ കാർത്തിക, ഞങ്ങളിവിടെ മല്ലികാർജുന PG എത്തിട്ടോ. ആ എത്തിയോ? എങ്ങനെയുണ്ട് അവിടെ? ഇവിടെ അടിപൊളി, 2 കട്ടിലൊക്കെ ഉണ്ട്. സച്ചിനും ഉണ്ടോ? എന്താ പരിപാടി? അല്ല, ഞങ്ങള് ചുമ്മാ വെറുതെ ടെറസിൽ കാറ്റുള്ളാനായിട്ട്. ടെറസിലോ? അവിടെ നിന്നാ ഞങ്ങളുടെ ടെറസ് കാണണ്ടാണല്ലോ. എവിടെ കാണുന്നില്ലല്ലോ? എവിടെ എവിടെ? എടി അവന്മാരല്ലേ അത്? റീനു ഇവിടെ തുണി നോക്കി കാണിക്കണ്ട, കണ്ടോ? എവിടെ? അല്ല, ഒരു റഷോൾ പോക്കി കാണിക്കണ്ട, കണ്ടോ? കണ്ട ഹായ്. ആ കാർത്തിക, ഞങ്ങളൊരു താങ്ക്സ് പറയാൻ വിളിച്ചാട്ടോ. നിങ്ങൾ സജസ്റ്റ് ചെയ്ത സ്ഥലം കൊള്ളാം. ആണോ? വെൽക്കം. താങ്ക്സ് മാത്രമേ ഉള്ളോ? ആ ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. നിങ്ങൾ മൈൻഡ് സ്പേസിലോട്ട് വരൂ, നമുക്കൊരു ചായ കുടിക്കാം. റീനുവിനെ വിളിച്ചോ, ഞാൻ സച്ചിനായിട്ട് വരാം. ആ എന്നാലേ ഞങ്ങൾ ഈ തുണി വിരിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. നിക്ക്, അവിടെ ചെന്നിട്ട് കാര്യങ്ങളെ നയത്തിൽ അവതരിപ്പിച്ചോളാം, കൊളമാക്കരുത്. ചായ. സച്ചിന് നീ ചെന്നൈ പോണെന്നിട്ട് പോയില്ല? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഒരു ഷോപ്പിൽ ജോലിക്ക് കയറി. എവിടെ? TFCയില്. TFC നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? തെലങ്കാന ഫ്രൈഡ് ചിക്കൻ. അല്ല, തോമസ് ഫ്രൈഡ് ചിക്കൻ. അതേതാ? ഞങ്ങളന്ന് ഇവന്റെ കസിന്റെ കാര്യം പറഞ്ഞില്ലേ, അവന്റെ ആ കട. ഓ, ആ വണ്ടി എന്താ ഇത്? വണ്ടി വിട്ടോസ് തന്നെ കൊണ്ട് കൊടുത്തില്ലേ? മറന്നാ എല്ലാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് നിക്കണടാ പാട്ടി. നിങ്ങക്ക് വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? പുറത്തോട്ടൊന്നും പോവാറില്ലേ? വീട്ടിൽ തന്നെ ഇരിപ്പാണോ? വീക്കെൻഡ് ആയിട്ട് നമ്മളെന്താ ക്ലീനിങ്ങും അലക്കലും ഉറക്കൊക്കെ ആയിട്ടൊക്കെ പോകും. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഒരു സിനിമയ്ക്ക് കണ്ടിങ്ങനെ ശാന്തി. ചിൽമോഡ്. എപ്പോഴും ഇങ്ങനെ അലക്കണൊക്കെ ആയിട്ട് പോയാ മതിയോ? പിന്നെന്താ ചെയ്യണ്ടേ? പിന്നൊന്നും ചെയ്യാനില്ലല്ലേ? ഭയങ്കര മടുപ്പാണെന്ന്. ഇവനാണെങ്കിൽ ജോലി, ഞാനാണെങ്കിൽ പഠിച്ച് മടുത്ത്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പബ്ബിൽ പോവാന്ന് ഓർത്തപ്പോ അവിടെ കപ്പിൾ എൻട്രി മാത്രമേ ഉള്ളൂ. ഓ, ഞങ്ങള് ഗേ കപ്പിളായിട്ട് പോയി നോക്കി, പൊക്കിയവന്മാര്. നിങ്ങള് ഗേ കപ്പിളാ? അല്ല, അങ്ങനെ അഭിനയിച്ചു പോവാൻ വേണ്ടിട്ട്. അത് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. അഭിനയിച്ചായിരുന്നു പറഞ്ഞത്. നിങ്ങള് സൺഡേ ഫ്രീ ആണെങ്കിൽ നമുക്ക് പോയാലോ? കപ്പിളിനെ പോലെ അഭിനയിച്ച്. അല്ലടാ? അതെ. അല്ല, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ ഫുഡിന്റെയും ഡ്രിങ്ക്സിന്റെയും കാശ് ഞങ്ങൾ എടുത്തോളാം. ഞങ്ങൾ ഈ സൺഡേ ഫ്രീ ആണ്. പോവാല്ലേ? വരാം വരാം. ഞങ്ങളൊന്ന് ഇറങ്ങിയേക്കാം. പോവാണോ? പിന്നെ കാണാം. ശരി, കാണാം. ബൈ ബൈ. ഫുഡിന്റെയും ഡ്രിങ്ക്സിന്റെ എക്സ്പെൻസ് കൊടുത്തോളാ. എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? എന്തേ? എടാ, അവിടെ എത്ര ബില്ലാവും അറിയോ നിനക്ക്? ഏകദേശം എത്ര വരും? നിന്റെ ഒരു മാസം ശമ്പളം അവിടെ കൊടുക്കേണ്ടി വരും. എടാ, സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നെ പറഞ്ഞോണ്ടല്ലോ പബ്ബി ചെന്ന് ഇമാതിരി മണ്ടത്തരങ്ങൾ എന്ന് വിളിച്ചാ. ഡാടാ, ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യാൻ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്റെ തലയിൽ കയറിയാലല്ല അമലേ. നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. സത്യമായിട്ടും ഞാൻ അടിക്കും. കൊടുക്കോ? ബില്ല് കൊടുക്കോ? ചെല്ലി ഓണവന്റെ